ചില്ല ഞാൻ ചില്ല്, ഒരു പ്രശ്നവും ഇല്ല. ബാബു പെട്ടെന്ന് വന്നേക്കും, മറ്റേ ഇതെടുത്തിട്ടുണ്ടേ, ജാക്കറ്റ് ഇടണ്ടേ, വാ ജാക്കറ്റ് ഇട്ട് വാ. പിന്നെ ഐ വാണ്ട് ടു ഗിവ് എ സ്പെഷ്യൽ താങ്ക്സ് ടു അവർ അണ്ണൻ വാസു അണ്ണൻ. ടിവിയുടെ 5ാം വാർഷികത്തിലേക്ക് സ്വാഗതം. ആ ചെണ്ടി പൂച്ചയ്ക്കും വേണ്ടിയിട്ട് മൗനമായി പ്രാർത്ഥിക്കാം. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബ്രാവോ ഈഗിളിനെ കൊട്ടയെന്ന് വിളിച്ചപ്പോൾ അപ്പൊ ഞാൻ ഈ വീഡിയോ കാണാം, ഇത് കഴിഞ്ഞിട്ട് കാണാമേ ഗൈസ്. അപ്പം നമുക്ക് എക്സാൻഡിസ് കയറാം, മെയിൻ സെർവറിൽ കയറാം. എല്ലായിടത്തും കയറാൻ പറ, പെട്ടെന്ന് കയറാൻ പറ. മറ്റേതിൽ കയറുവാണ്, മെയിനിൽ കയറുവാണ്. അപ്പൊ സ്ക്രിപ്റ്റോ പോയടാ. ഈ ചന്ദ്രൻ ഈ ഗേൾസ് വീസി പോയിരുന്ന അനാവശ്യം പറയുന്നുണ്ട് കേട്ടോ. കുറെ നേരമായിട്ട് അനാവശ്യം പെമ്പിടാരുടെ അടുത്ത് ഇങ്ങനെ ഒരുമാതിരി ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറെ ഡയലോഗുകളും വയസ്സൊക്കെ നമ്മള് ഇത് ബർത്ത്ഡേ ആകുമ്പോ നമ്മൾ വിഷയമല്ലടാ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ സ്നേഹം എന്റെ ഫോണിൽ കിടന്ന് വിളിക്കുന്ന തിരിച്ചു വിളിക്കളിയാ. ഞാൻ എടാ നമ്മളെ പുറത്തെവിടെയോ പോയി കിടന്ന് കഷ്ടപ്പെടുവാ. എടാ ഞാൻ കുറച്ച് പിള്ളേര് ഇരുന്ന് കഷ്ടപ്പെടുന്നു, അവര് ഓരോ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഒരു 3 മാസമായിട്ട് കുറച്ച് പയ്യന്മാരിന്ന് കഷ്ടപ്പെട്ടാണ് ഒരു വണ്ടി ഉണ്ടാക്കി. അവിടെ തന്നെ കണ്ടില്ലെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അല്ലാതെ ബാബു ഞാനാണ് ഹെൽപ്പ് ചെയ്തോണ്ടിരുന്ന അവരെ ഡാൻസിന്റെ അവർക്കുള്ളത്. കുട്ടികളെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഇമോട്ടിന്റെ അറേഞ്ച് പറഞ്ഞു കൊടുത്തല്ല ചന്ദ്രൻ കള്ളം പറയണം. എല്ലാരും മോളിൽ പോയി എല്ലാരും പറഞ്ഞോട്. നീ ആദ്യം മോളിൽ പോ, എന്നിട്ട് ഇറങ്ങാൻ മോളിലോട്ട് പോയേ. അവിടെ വേറെ ഗ്യാങ് ഹൗസിൽ പൊങ്ങി വരുന്നില്ലെന്ന്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് ചില്ലറ അല്ലേ അവന്റെയൊക്കെ. അപ്പൊ ഇല്ല, നമ്മള് ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന സ്റ്റേജ് മറ്റേ നോർമൽ ഒരു നമ്മളെല്ലാവരും സംസാരിച്ചിട്ട് പോവാന്ന് പറഞ്ഞ സ്റ്റേജാ, മനസ്സിലായോ? അല്ലാതെ നമ്മുടെ മെയിൻ പരിപാടി നടക്കണ സ്റ്റേജ് അല്ല. മെയിൻ പരിപാടി നടക്കണ സ്റ്റേജ് എല്ലാം ഓൾ ഗുഡ് ആണ്. ഇതെന്തോ റീസ്റ്റാർട്ട് കഴിഞ്ഞപ്പോൾ എന്തോ കീൽ എന്തോ ചേഞ്ച് വന്നു ഗൈസ്. ഇതെല്ലാം മറ്റേ ഉണ്ടല്ലോ, ഇത് ഈ സെർവർ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് എനിക്കും അറിയത്തില്ല ഇത് എന്താ എങ്ങനെ പോയെന്ന്. അല്ലെങ്കിൽ പറഞ്ഞു തരാമായിരുന്നു ഞാൻ. ഇത് ആരോട് ചോദിക്കാം, അറിയാവുന്നവരടുത്ത് ചോദിക്കട്ടെ. അല്ലാതെ ഞാൻ എങ്ങനെ പറഞ്ഞു തരുന്നത് ഇതൊക്കെ എങ്ങനെ പോയെന്ന്. ഇതെല്ലാം നട്ടിൽ ബോൾട്ടിൽ കൊടുത്ത സാധനമല്ലേ, എപ്പോഴും അത് വെച്ചതാ. ഇത് പച്ചിങ് സെർവർ, ഇത് പോയാ പിന്നല്ല. അപ്പാപ്പനാടാ റീസ്റ്റാർട്ട് ചെയ്ത് നശിപ്പിച്ചത്. പിള്ളേർ നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരുന്നത്. ഈ അപ്പാപ്പ വന്ന് എന്തോത്തിലോ പിടിച്ച് ഞെക്കി എല്ലാം പോയി. PL വരും. അത് കുഴപ്പം. ഇവിടെ നമ്മൾ വലിയ പരിപാടി ഇല്ല കൈസ്. ഈ സെർവറിൽ വലിയ പരിപാടി ഇല്ല, അത് പെട്ടെന്ന് തീരും. KVA ഉണ്ടോ? എടാ KVAയുടെ അപ്ഡേറ്റ് ഒക്കെ അവർ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ? KVAല് കുറെ പേര് RP നിർത്തി, കുറച്ച് പേര് ഗ്യാപ്പ് എടുത്ത് പോവാണ്. സോ കറന്റ്ലി കുറച്ച് നാളത്തേക്ക് കാർലോയോ അവരൊന്നും ഉണ്ടാവില്ല RPയിൽ. അപ്പോൾ അവര് പുതിയതായിട്ട് വന്ന KVAയിൽ വന്നിട്ടുള്ള കുറെ ആൾക്കാരെ ഏൽപ്പിച്ചേക്കുവാണ്. മനസ്സിലായ? കാർലോ ഒരു GVM അനൗൺസ് ചെയ്യാൻ പോവാണ്. ഗ്യാങ് ഡ്രസ് ലീക്ക്ഡ് അമ്പുവിന്റെ DP. എടാ പുതിയ ഗ്യാങ് ഡ്രസ് ദേ ഇതൊക്കെ തന്നെയാണ്. ഇതിനകത്ത് വലിയ ചേഞ്ച് ഒന്നുമില്ല. ഗ്യാങ് ഡ്രസ് ഒന്നും ലീക്കായാലൊന്നും കുഴപ്പമില്ല. ഇനി വണ്ടി ലീക്കായാലും എന്തായാലും നാളെ തൊട്ട് എല്ലാവരും കാണാനുള്ളതാ, ഒരു കുഴപ്പമില്ല. പോട്ടെ. ഇതെന്താ ഇവിടെ നിന്ന് ലോഡായിട്ടില്ലേ? അയ്യോ, നിങ്ങൾക്ക് ഇന്ന് ഗ്രാഫിക്സ് മോഡ് ഇട്ട് നിങ്ങളെ വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് കാണിക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ മോഡ് ഇട്ടത് ഞാൻ. ഈ മോഡ് ഈ സ്പെക്കിൽ പോലും വലിക്കുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്ട്രീമൊക്കെ ഇടുന്നോണ്ടാ. ഇതാരാ? KK കുര്യച്ചൻ, K51. വണ്ടി വരട്ടെ.
ലാഗ് ഉണ്ടാ ഇടക്കിടക്ക് ചെറിയ ലാഗും പിടുത്തമൊക്കെ ഉണ്ടാവും. റേഡിയോ കയറട്ടെ. ഒരു റേഡിയോയിലോട്ട് കേറി വരുമ്പോ പറയാൻ പറ്റിയ വർത്താനമാണോ അത്? PL 12 PL ഇവിടെ ഉണ്ടാവും കേസ്. ഇവിടെ PL ഉണ്ടാവും, എന്തായാലും PL ഉണ്ടാവും. മറ്റേ ഫ്രസ്ട്രേറ്റഡ് ആണുങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ സെർവർ അടിച്ചിടാൻ വേണ്ടിട്ട്. കുമ്പട കുണ്ണേന്നോ 2026 നിന്നെ പോലത്തെ പാഴ്ജന്മങ്ങളെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പപ്പ വിളിച്ച് പ്രത്യേകം പറഞ്ഞായിരുന്നു. അപ്പൊ നിന്നെ പോലത്തെ ക്ലൗൺസിനെ ഞാൻ ഇനി കൺസിഡർ ചെയ്യണില്ല. ഒന്നുകൂടെ കേട്ടോ, ക്ലൗൺസ്, പാഴ്ജന്മം, നാടിനും വീടിനും ഗുണമില്ലാത്തവൻ. മനസ്സിലായ? ഞാൻ ചില്ല്, ഒരു പ്രശ്നവും ഇല്ല. റീമർ വിളിക്കുന്നത് എന്താ ഇവരുടെയൊക്കെ? ഹലോ, ആ എന്തുവാളിയാ? സ്പീക്കർ ഇട്ടോട്ടെ, കുഴപ്പമുണ്ടോ? ആ സ്പീക്കറിലാണേ പറഞ്ഞു. മറ്റേ സെർവറില് ഒരു സാധനം പൊങ്ങാണ്ടിരിക്കായിരുന്നു. അന്നേരം ഇപ്പൊ ബ്രാവോയും ബാബുവും കൂടി കഷ്ടപ്പെട്ടിട്ട് അത് പൊക്കി. അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം ഇനി അപ്പുറം സെർവറിൽ വെച്ചു. ഈ പൊങ്ങാത്തതിന്റെ പ്രശ്നമല്ല, മനസ്സിലായാ? എടാ ഞാൻ വല്ലതും വിളിച്ച് പറയവേ അളിയാ. അയ്യോ ഇത് ഇപ്പൊ പൊങ്ങി, ഇപ്പൊ പൊങ്ങി. ഇത് ഒരു 1.5 ഇതായിരിക്കും. എടാ അപ്പുറത്തെ സെർവറിലാണോ? നമ്മളെല്ലാരും ഇവിടെ എത്തിയല്ലോ. എടാ നീ സീരിയസ് ആയിട്ട് പറയടാ, ഞാൻ ഇറങ്ങണോ? ശരിക്കും പറഞ്ഞതാ. നിനക്ക് ഞാൻ VC വരാം. എത്ര സമയം വേണം? 50-90 VC-ലോട്ട് വരാൻ അപ്പുറത്തെ റെഡി ആയോ ബ്രാവോ? അപ്പുറത്ത് മര്യാദക്ക് പൊങ്ങിക്കൊണ്ടിരുന്ന സാധനമാ. ചന്ദ്രൻ കേറിയതിനു ശേഷം തളർന്ന് താഴോട്ട് കിടക്കുമായിരുന്നു. കാര്യം എന്താ എനിക്ക് നന്നായിട്ട് അറിയാം. ആ പിള്ളേര് നല്ലപോലെ പണിഞ്ഞു വെച്ചതാ. ഈ അപ്പാപ്പൻ 2 എണ്ണം അടിച്ചു വന്ന് എന്തോത്തിലോ കയറി ഞെക്കി മനസ്സാ വാച സാധനം തൊട്ടിട്ട് വർഷങ്ങളായി. എന്ത് തമാശക്ക് പറയുന്നത് സാധനം തൊട്ടിട്ടാ. എന്നോട് നമ്മളതിനോട് അതിനെ പറ്റി പറയരുത്. കണക്കുകൾ പലതും നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. വേറെ പല ഇടക്കിടക്ക് ഉണ്ട്. എന്താ നിനക്കൊക്കെ രാജേന്ദ്ര ജിമ്മിൽ പോകുന്നവരല്ലേ? ഇതൊക്കെ ആരടുത്ത് പറഞ്ഞിരിക്കുന്നേ? ഞാൻ ചിരിക്കാം. നമുക്ക് എന്തായാലും ഇന്ന് സ്നേഹത്ത് പറഞ്ഞ് ചിരിക്കാൻ 1-2 സാധനങ്ങളുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ ചന്ദ്ര. ആവശ്യമില്ലാതെ TVL മെമ്പേഴ്സിനെ തെറി വിളിക്കരുത്. ഞാൻ പറഞ്ഞു സത്യം ഭയങ്കര കൂടുതലത്. ഞാൻ ആർക്കെല്ലാം എന്തായാലും പരാതി മുച്ചിരി എന്റെ അടുത്ത് പേഴ്സണലി ഒന്ന് മെസ്സേജ് അയച്ചായിരുന്നു. ആ ഞാൻ അയച്ചിനായി. എപ്പോഴും വിളിക്കും. ദയവേത് ഇനി അത് കാണിക്കല്ലേ ചന്ദ്ര. ഇനി കാണിച്ചാ അവരൊക്കെ വയസ്സ് നിനക്ക് കൺസിഡർ ചെയ്തിട്ട് ബുദ്ധി ഇല്ലേ നിനക്ക്? ബാബു പെട്ടെന്ന് വന്നേക്കും. മറ്റേ ഇതെടുത്തിട്ടുണ്ടേ, ജാക്കറ്റ് ഇടണ്ടേ? വാ ജാക്കറ്റ് ഇട്ട് വാ. പിന്നെ ഇവന്റെ ഈ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് ഞാൻ കോ ലീഡർ ആയത്. അത് ഇവന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനിയും തെറിയ പിടിച്ച് തള്ളക്കി പിടിച്ച് നീ ഇങ്ങനെ നടന്നോ ചന്ദ്ര? ഞാൻ ആയിക്കോളാം. ഈ ഉത്തരവാദിത്തം ഞാൻ തന്നെ എടുത്തോളാം. അല്ലല്ല മൊത്തത്തില് ഒരിച്ചിരി എന്റെ സ്ട്രീം 2026 തൊട്ട് തിയേറ്ററിൽ പ്ലേ ആവുന്ന രീതിയിൽ കോമ്പാറ്റബിൾ ആയിട്ടാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ കപ്പിൾ അർപ്പിയൊന്നും ചെയ്യുന്നില്ല? ഉണ്ട്, അതൊക്കെ ഉണ്ട്. വളരെ മാന്യമായ ഭാഷയിൽ ഡീസന്റ് ആയിട്ട് എന്നതായ മലയാളത്തിൽ എന്റെ തത്സമയം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫാമിലിയോടൊപ്പം. എടാ ഒരു ദിവസം നമ്മുടെ ലൈവൊക്കെ നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്ന ഒരു സമയം പറഞ്ഞു അല്ലേ? എടാ അത്രക്ക് നെറ്റ്ഫ്ലിക്സ് ഒന്നും അത്രക്ക് ഒരിക്കലും അതപ്പതിക്കൂല. എന്റെ ഒരു അഭിപ്രായത്തിൽ അത്രക്ക് അതപ്പതിക്കൂല. എങ്ങനെ പോലെ നെറ്റ്ഫ്ലിക്സ് നമ്മളേക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ചന്ദ്ര? നീ ഒത്തിരി എല്ലാരും നമ്മളെല്ലാരും അധികം കൂട്ടുന്നത്. നീ നിന്റെ കാര്യം പറ. നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ നമ്മളെ ഫ്യൂച്ചർ ചെയ്ത് നമുക്കൊരു സീരീസ്, ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്താലേ? ഇതുപോലെ പോഡ്കാസ്റ്റ് പോലെ ചെറിയ പോഡ്കാസ്റ്റ് അല്ല എന്നാ ആരും കാണാൻ വരത്തില്ല. ഞാൻ പറയണെങ്കിൽ
ഈകളെ ഈ റിയൽ നമ്മുടെ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് തൽക്കാലം TV ഫ്ലിക്സിൽ ഓടട്ടെ, നെറ്റ്ഫ്ലിക്സ് ഒക്കെ പിന്നെ ആലോചിക്കാം. എടാ TV ഫ്ലിക്സ് എല്ലാവരും സബ്യം പറയണം, ക്ലോസ് ടു 100K അളിയന്മാരെല്ലാരും TV ഫ്ലിക്സ് ഒന്ന് സബ് ചെയ്യണേ, ക്ലോസ് ടു 100K. ക്ലോസ് ടു 100K ആണ്. നമ്മുടെ ടിവിയുടെ ഒള്ളി കണ്ടന്റ്സ് മാത്രം ഇട്ട് ആ പിള്ളേര് എല്ലാരും കൂടി ആണ് അവരെല്ലാം വർക്ക് ചെയ്യണം. കുറെ പേരുണ്ട്, 5 പേരൊന്നും ഉണ്ടായില്ല അതിന്റെ ബാക്കില്. അതെ ഇപ്പഴും റെക്കോർഡിംഗ് ആയിരിക്കും അവന്മാരുടെ. എടാ ഒന്ന് കേറാൻ പറയണ എല്ലായിടത്തും. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ലോഡ് ആവുന്നില്ല. എനിക്ക് വീണ്ടും മര്യാദയ്ക്ക് മറ്റേ സെർവറിൽ കയറിയത് വീണ്ടും ഇവിടെ വന്നപ്പോ ലോഡ് ആവുന്നില്ല. എടാ എല്ലാരും പെട്ടെന്ന് കയറാ, ഡിലേ ആക്കല്ലടാ. കേറി ഇനി ഡിലേ ആക്കല്ലടാ, ശോകമാണ് സത്യമായിട്ട് പറയാം. ഇല്ലല്ല ഇനി ഡിലേ ഇല്ല, എല്ലാരും കേറിയിട്ട് പോലും ഇതിനകത്ത് 4 പേരെ ഉള്ളിയാ. അല്ല ഞാൻ ഡൗൺലോഡിങ് സ്ലോ ഉണ്ടാണ്, അതാണ് കേരള സ്ലോ കേറുന്നു. ഈകള് ബാക്കിലോട്ട് നീ എവിടെ നീ ദൈവോ മന്ദാരോ ഇവന്റെ മറ്റേ ഈ സാമാനം ഇൻസ്റ്റാൾ ചെയ്ത പിന്നെ കളർ കറക്ഷൻ ബ്രൈറ്റ്നെസ് 3 അളിയാ ഞാൻ സെറ്റ് അളിയാ. റേഡിയോ നിറഞ്ഞു. ഇന്നില്ലാത്താരല്ലുണ്ടോ? ഇന്നെല്ലാരും ഇല്ലടാ. വാ അണ്ണാ എന്റെ ഒരു സജഷൻ ആണ്, നമ്മൾ ഇതുവരെയുള്ള എല്ലാ ഗാങ്ങുകളും ഡൈകാസ്റ്റ് മോഡൽ ഓർ 3D പ്രിന്റർ മോഡൽസ് ഇവിടെ ടീഷർട്ടിന് ഇവിടെ ഇറക്കിക്കൂടെ? ഞാൻ ഇന്ന് 3D പ്രിന്ററിന്റെ ഇട്ടത് എന്തിനാണെന്നാ നിന്റെ വിചാരം? കറക്കി തരൂല്ലേ നമ്മളെ സാധനം? അത്രേ ഉള്ളു 3D പ്രിന്റർ എടുത്ത് കഴിച്ചു ഞാൻ. 3D പ്രിന്റർ എടുത്ത് എനിക്ക് 5 ദിവസത്തിനകത്ത് കിട്ടും. ഇനി അതില് എന്റെ പടമൊക്കെ വരയ്ക്കും. അതെ ആദ്യം പോയിട്ട് എനിക്കൊരു മാൻഡ്രാക്കിന് ഉണ്ടാക്കണോളിയാ. നിന്റെ അച്ഛന്റെ ഒരു ഫോട്ടോ അയച്ചു കളിയാ. ഞാനത് കറക്റ്റ് 3D സ്കാൻ ചെയ്തിട്ട് അത് പ്രിന്റ് എടുത്ത് തരാം. അത് വീട്ടിൽ വെച്ചിരുന്നാ മതി. ഫസ്റ്റ് ഓർഡർ അത് തന്നെ ആയിക്കോട്ടെ. പുള്ളിയുടെ ഒരു എല്ലാ ആംഗിളിൽ നിന്നുള്ള ഒരു ഫോട്ടോ കേട്ടാ. പോയി വേറെ ഗ്യാങ്ങിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഗ്യാങ് നിൽക്കണേ. ഇവിടെ ടെസ്റ്റ് സെർവറിൽ വേറെ ഏത് ഗ്യാങ് നിൽക്കാനാ? ചുമ്മാ ഇതൊക്കെ നമ്പറല്ലേ എന്റെ. എടാ കുക്കിയുടെ കുട്ടി ഇത് നമ്മുടെ കുട്ടി ആയിക്കല്ലേ. ഈകളെ ഈ കളർ കോമ്പോ കളിയാ ഈകളെ. ഞാൻ എവിടെങ്ങും ഇല്ല, ഞാൻ ഗ്യാങ് ഹൗസിലോട്ട് ഓടി പോവാ. അല്ല ഈ കളർ കോമ്പോ കൊള്ളാം, നമുക്ക് ഇതെടുത്താലാ? അണ്ണാ വണ്ടി വിളിക്കാലോ. അല്ല ഞാൻ ചുമ്മാ നടക്കുവോ. എല്ലാരും വരട്ടാ, ഇവിടെ റേഡിയോക്കകത്ത് വരട്ടെ. ഞാൻ ചുമ്മാ നടക്കുവോ. ഇത് ക്ഷീണിക്കൊന്നുമില്ലല്ലോ. ബട്ടൺ ഞെക്കിയാ പോരെ. 3D പ്രിന്റർ ഏതാണ്? എടാ 3D പ്രിന്റർ മറ്റേ എന്ത് ബാംബു ഏതോ H2S ബാംബു ലാബ്. അത് തന്നെ ബാംബു ലാബ്സ്. അത് തന്നെ ബാംബു ലാബ്സിന്റെ H2S എന്ന് പറയുന്ന മോഡൽ. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നമ്മുടെ സ്കൈഡാക്സ് ഇല്ലേ, നമ്മുടെ സ്കൈഡാക്സിന്റെ അച്ഛൻ മരിച്ചുപോയി. പുള്ളിക്ക് ഓൾറെഡി വയ്യായിരുന്നു. കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് പുള്ളിക്ക് വയ്യാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ സിറ്റിയിലുണ്ടാവും, ഞാൻ അങ്ങോട്ട് പോയാലേ. അപ്പൊ അവൻ അതിന്റെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പൊ ന്യൂ ഇയറിന്റെ തലേന്ന് 2 ദിവസം മുമ്പ് ആണെന്ന് തോന്നുന്നു. 2 ദിവസം മുമ്പ് സ്കൈഡാക്സിന്റെ അച്ഛൻ മരിച്ചുപോയായിരുന്നു. ആൾക്ക് ഒട്ടും വയ്യാതിരിക്കുവായിരുന്നു. വയസ്സായിട്ട് കുറച്ച് വയ്യാഴിയും കാര്യങ്ങളൊക്കെ വന്നതാണ്. അപ്പോൾ വേറെ ഒന്നും ലാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഇവിടെ ഒന്നും വരാത്തത്. അപ്പോൾ റെസ്റ്റ് ഇൻ പീസ് അച്ഛ. അപ്പോൾ നമുക്ക് ഇതാക്കാം. അവൻ കുറച്ച് ദിവസത്തേക്ക് ഉണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും. ഓക്കെ ആകുമ്പോൾ വരട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ നടക്കണേ. ഹലോ ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ എന്നും ലൈവ് തുടങ്ങണ സമയത്ത് നമ്മുടെ ഒരു മോഡറേറ്റർ പയ്യൻ ഒരു റിമെമ്പർ കാർഡ് കാണിക്കാറുണ്ട്.
അവൻ മരിച്ചിട്ട് ഇന്ന് ഒരു വർഷമായി. കോച്ചാ കൊന്നേ. അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട്. റിവെഞ്ച് ഇട്ടയാ. എന്റെ ബ്ലാക്ക് മി തൂക്കോങ്ങിന്റെ സ്ട്രീം കണ്ടവരാരും അശ്വിനെ ഒരിക്കലും മറക്കൂല. അത്രയും പേര് ഞാൻ പറയാം. ഒരു 6000 4000 6000 7000 സ്റ്റേബിൾ ഓഡിയൻസ് ഉണ്ടായിരുന്നു. ഗെയിം കണ്ട ഒരാൾ പോലും അശ്വിനെ മറക്കൂല, അത് ഞാൻ ഉറപ്പ് പറയാം. ഒരു വർഷമൊക്കെ എനിക്ക് അവന്റെ വീട്ടിൽ പോയത് ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മ. ഒരു വിധത്തിൽ അത് പൊക്കിയത് എടാ എല്ലാരും എത്തി എല്ലാരും വാ എല്ലാരും വാ. ചന്ദ്രനൊക്കെ റേഡിയോ കണക്ട് ചെയ്യാൻ പറഞ്ഞടാ. അവനവിടെ പെണ്ണുങ്ങളെ പഠിപ്പിച്ചോണ്ടിരിക്കോ. ഇതാരാ? ഹലോ അണ്ണ ബ്ലാക്ക് മാഫിയല്ലേ? ആ ഓക്കെ ഇവിടെ മാപ്പ് കസ്റ്റംസിലുണ്ട്. മാപ്പ് ഒക്കെ പണിയണേ. ഓക്കെ. നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും സൗണ്ട് ശോകമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വട്ടം നമ്മൾ സൗണ്ട് അല്ലാതെ ചെയ്തേക്കുവാണേ. കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ സൗണ്ട് അടിപൊളിയായിട്ട് ചെയ്തേക്കുവാണ് ഈ വട്ടം. എടാ വാ നമുക്ക് തുടങ്ങാം. എല്ലാരും പയ്യെ വരട്ടെ, നമുക്ക് തുടങ്ങാം. എല്ലാരും വന്നേ. ചന്ദ്ര വന്നോ? പെട്ടെന്ന് നിന്റെ സൗണ്ട് ഭയങ്കര കുറവ്, എനിക്ക് കേൾക്കുന്നില്ല. യേശുവിന്റെ സൗണ്ട് ഭയങ്കര കുറവല്ലേ? അത് എന്റെ ചെവി പോയാണോ? സാവേജ് ഡെസ്ട്രോ മോബിയും ഗോബു ഇല്ല. അപ്പുകുട്ടൻ ഇപ്പൊ വരും. അവനല്ലേ ഇത് മൊത്തം ചെയ്തേ. സാവേജും ഇല്ല. സാവേജ് അല്ല, മാഡിയും ഇല്ല. മാഡിയും എന്താ ഫാമിലിയോട് എന്തോ പുറത്താ. എല്ലാരും അസംബിൾ ടു ബാക്കിലത്തെ സ്റ്റേജ് ഫ്രണ്ട് വരുമോ? എടാ ഇതൊന്ന് പകലാക്കാൻ പറയോ? രാത്രി വേണ്ട, പകലാക്കാൻ പറയോ? ആണോ? ഇതാണല്ലേ? എന്നാ ഞാൻ എന്റെ ഇത് കൂട്ടിക്കോളാം. കറക്ഷൻ ബ്രൈറ്റ്നസ് യൂണിയനൊക്കെ ഉണ്ട്, തൊട്ടാ പ്രശ്നമാണ്. അയ്യോ ഞാൻ അടിക്കണതല്ല ഞാനേ മറ്റേ റീഷെയ്ഡിനകത്ത് കളർ കറക്ഷൻ ചെയ്തോണ്ടിരുന്നപ്പോ ടൈപ്പ് ചെയ്തപ്പോ എന്താവണോ. ഇപ്പൊ വെട്ടായ നിങ്ങളെ തൊട്ടേന്ന് ഇവിടെ പകലൊക്കെല്ലേന്ന് പറയാനാടാ, കാരണം ഞാൻ ഇത് കൂട്ടിയിട്ടേക്കുവാ. ദൈവമേ നൈറ്റ് ഉള്ളി ആയിരിക്കും. നൈറ്റ് ഉള്ളി ആയിരിക്കും. ഇനി ആരൊക്കെയാടാ വരാനുള്ളത് നമ്മുടെ അകത്ത്? നമ്മളത് എല്ലാരും വന്നാ അണ്ണ എണ്ണി നോക്ക്. എനിക്കിവിടെ 10-30 പേരായില്ലേ? 20 പേരായില്ലേ? 1 2 3 4 5 വീരായിട്ട് കിടക്കാനായിരിക്കും. ഇനി ബാബു, നമ്മളെ ബാബു, സാവേജ്, ബാലൻ. ബാലെവിടെ? ബാലൻ വന്നില്ല. മോബിയും ദൈവനും ഇല്ല. മോബി ഇല്ല, നമ്മുടെ ഹിണ്ടി ഇല്ല, പിന്നെ മെസ്ബോയ് ഇല്ല. അവര് 3 പേരും പലയിടത്താ. ബാബു എന്തി? ബാബു എത്താതെ എങ്ങനെ തുടങ്ങണേ? അവനെന്തി? കേറിക്കൊണ്ടിരിക്കുക. ആണാ നമ്മുടെ നീഗൻ സ്മിത്തിനും ഒട്ടും വയ്യ കിടക്കുക ആള്. ഡെസ്ട്രോ ഉണ്ടല്ലോ. ഡെസ്ട്രോ എവിടെ? ഡെസ്ട്രോ ഇല്ല, ശരി കാര്യമായിട്ട്. ഡെസ്ട്രോ എന്ന് വിളിച്ചേ. പുറത്ത് ഫുഡ് എടുക്കാൻ പോയിനാലോ. എന്താ കണ്ടാ ഇതിനൊക്കെ തെറി വിളിക്കാതിരിക്കും അണ്ണ പറ. ഇതിനൊക്കെ രണ്ട് പറയണ്ടേ നമ്മള്? പറയണ്ടേ? പിള്ളേരല്ലേ, നല്ലൊരു ദിവസമായിട്ട് അണ്ണൻ പറഞ്ഞുണ്ട്. ഹലോ, എല്ലാരും കേക്കാവോ? ജീനക്ക് ഹലോ, കേക്കാം.
എടാ ഞാൻ മൈക്കിൽ പറയുന്നത് കേൾക്കാവോ എല്ലാവർക്കും? കേക്കാം കേക്കാം. ചന്ദ്രനും പറയുന്ന ഒന്ന് കേൾക്കുന്ന ടെസ്റ്റ് ചെയ്ത് നോക്ക്. കേക്കുന്നുണ്ട്. ഇതൊരെണ്ണം നമുക്ക് ഗ്യാങ് ഹൗസിൽ കൊണ്ടുവന്നാലാണ് നമുക്ക് പെട്ടെന്ന് വാറിനൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ഷടപടെ കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടിട്ട് എന്ത് മൈക്കോ? ആ ഗ്യാങ് ഹൗസിന്റെ അകത്ത് കേക്കുന്ന അതാകുമ്പോ പ്ലാൻ ചെയ്യുന്നൊക്കെ നാട്ടുകാരൊക്കെ അറിയുമല്ലോ. അത് ശരിയാണ്. ഇത് രാവിലെ നിങ്ങക്ക് രാവിലെയാണോ രാത്രിയാണോ? അണ്ണ എന്ത് അരോചകമായിട്ടുള്ള സാധനം ഇട്ടേക്കണേ? ആരാ ഇത് ഇട്ടുതന്നെ? സൂപ്പർ ആയിട്ടുണ്ട്. ഇതിനെക്കാട്ടും രസം എങ്കിലും ഉണ്ട്. സ്ക്രീൻ ഷെയർ പറഞ്ഞ ഞാൻ ഒന്ന് 3 ഇട്ടോട്ടെ, 3 ബെറ്റർ. ആ ഓക്കെ. അല്ലേ ഞാൻ അത് അടിച്ചതല്ല കേട്ടാ, ഞാൻ അത് ഇത് ഇല്ലല്ല 3. നൈറ്റ് ഇപ്പോ ആ ഓക്കെ. നൈറ്റ് ആവും. അപ്പൊ എടാ ബാബുവിന്റെ അപ്ഡേറ്റ് ഒന്ന് ചോദിക്കണ. ഒരു സെക്കൻഡ്. ആ അണ്ണാ എന്റെ ഇത് മതി. ഇതുള്ള അണ്ണനെ കുറച്ച് ഓക്കെ. സെക്കൻഡേ വെള്ളം കുടിച്ചിട്ടിരിക്കാൻ കൊറേ കിട്ടിയ ബാബുവേ നേരെ ചുറ്റി കേറിയോ അല്ലേ ബാബു? ഇല്ല ഒരു ഉത്തരവാദിത്വം ഇല്ലടാ, ഒരു ഉത്തരവാദിത്വം ഇല്ല. അവന്റെ അടുത്ത് എത്ര നേരം നമ്മൾ കേറാൻ പറഞ്ഞേ? നിങ്ങൾക്കിത് വേണം വാസന? എത്ര നേരം എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ബാബുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് എത്ര നേരം എന്നറിയോ? ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇത് 6 ഇട്ടിട്ട് പോലും എനിക്ക് നിങ്ങൾക്കൊന്നും കാണുന്നില്ല കണ്ടോ? ഇതാണ് ഇതിന്റെ മാക്സിമം. ഇതിൽ കൂടുതൽ പറ്റൂലേ? കെവിൻ ഇല്ല. കെവിൻ ഇപ്പോഴേ വരത്തില്ല. കെവിൻ ഓൾറെഡി ഒരു ഗ്യാപ്പില്ല, ഞാൻ പറഞ്ഞില്ലേ. എടാ എന്താ മന്ദാര സ്നൈപ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ? പരിപാടി തുടങ്ങിയോ? എന്റെ പൊന്ന് ബാബു, ഒന്ന് റേഡിയോയിൽ ഒന്ന് കേറ് ബാബു. ഒരു പരിപാടിക്ക് കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണോടാ. നേരത്തെ വന്നോടാ. കെവിൻ വന്നോ? കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണോടാ ബാബു. നമ്മൾ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ഇങ്ങനെ നിക്കുവല്ലേ? എടാ വാടാ ബാബു. എന്തൊരു ഡിലേ ആണ് ഇത്. ഡിലേ ആണിത്. അപ്പാപ്പൻ എവിടെ? അപ്പാപ്പൻ അപ്പാപ്പ വാ, സ്റ്റേജിലോട്ട് കയറി വാ. അവസാനം ചാടോ അണ്ണ. ആ ഓക്കെ ഇപ്പൊ ശരി. അപ്പൊ ഹെൽമെറ്റ് ഈ ബാബു നീ എവിടെ യുദ്ധത്തിന് പോണാടാ ഹെൽമെറ്റ് വെച്ചിട്ട്? ചന്ദ്ര നിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. നിന്റെ തലയിലല്ലോ, എന്റെ തലയിലല്ലേ. അപ്പൊ ഞാൻ ഹെൽമെറ്റ് ഒരു അകത്ത് വെക്കും. അടുത്തടുത്തേക്ക് ഒരുമിച്ച് നിങ്ങളെല്ലാം എന്തോ ആഫ്രിക്കയും ഇതിൽ അന്റാർട്ടിക്കയും നമ്മളിങ്ങനെ ഓക്കെ. സോ ഗൈസ്, അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. എന്താ പറയാ, സത്യം പറഞ്ഞാൽ 5 വർഷം ആയി. നമ്മള് 5 years ഓഫ് TV നമുക്ക് അത്രയ്ക്ക് വലിയ ഗ്രാൻഡ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മള് ഇന്ന് നമ്മൾക്ക് ഒരു ഗ്രാൻഡ് പരിപാടിയായിട്ട് നടത്താം. നമുക്ക് ബാബുവിന്റെ ഹോസ്റ്റേ കൊടുത്താലേ? അപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഗ്യാങ് അതേപോലെ ആ ഒരു ലെഗസിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് പറയാം, ഇപ്പൊ ഞങ്ങൾ വളരെ ചുരുക്കം പേര് മാത്രമായിട്ട് തുടങ്ങിയ ഒരു ഗ്യാങ് ഈ 2026-ലും നമ്പർ 1 ആയിട്ട് ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര, ആസ് എ ലീഡർ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതിൽ നിങ്ങൾ ഈച്ച് ആൻഡ് എവരി മെമ്പേഴ്സിന് എല്ലാവർക്കും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ TV ഫാമിലിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു 13-14 മെമ്പേഴ്സ് ഉണ്ട്. സരക്ക്, രായൻ, അങ്ങനെ എടുത്തു പറയാൻ കുറേ പേരുണ്ട്. ഒരു 10-14 പേരുണ്ട്. അവർക്കും TV-യിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. നമ്മളിവിടെ വരെ എത്തിച്ചതിലും നമ്മളിവിടെ വരെ കൊണ്ടുവന്നതിലും എല്ലാം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക് യു പറയുകയാണ്.
എന്താ പറയാ 5 വർഷം ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചാൽ ഈ ഗ്യാങ്ങിന് ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് ഇപ്പൊ ഈ ഒരു സമയത്താണെങ്കിൽ എക്സ്ലാൻഡിസിൽ പോലും നമ്മൾ വളരെ അതായത് ലാസ്റ്റ് കളിച്ച ഒരു മാസം നമ്മൾ തോറ്റിട്ടില്ല. അത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് നിങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരായാലും പഴയ ഉണ്ടായിരുന്ന ആൾക്കാരായാലും പെട്ടെന്ന് ആ വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത സിനർജിയും അതെല്ലാം ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എന്താ എല്ലാവർക്കും ഗൈസ് താങ്ക് യു സോ മച്ച് ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്നതിനും ഇവിടെ ഇങ്ങനെ ഒരു ഫാമിലിയെ പോലെ നിൽക്കുന്നതിനെല്ലാം ഒരുപാട് താങ്ക് യു. അപ്പോൾ ഞാൻ കോലീഡർ ചന്ദ്രനെ വിളിക്കാം. ചന്ദ്ര 2 വാക്ക് സംസാരിക്കണം. തിരിച്ച് കൊല്ലിട്ടായിരുന്നോ? അപ്പൊ ഈ സൈറൻ സൗണ്ട് നോക്കി എന്തെങ്കിലും വഴിയുണ്ടോ? അപ്പൊ സൈറണോ? ആ ഒരു സൈറൻ സൗണ്ട് കേട്ടോണ്ടിരിക്കണ്. മുള്ളി ഇവൻ തിരിച്ച് കൊല്ലിട്ടായോ? ഇന്നൊരു പരിപാടിക്ക് ഓക്കെ. ചന്ദ്ര കൂന്ന് ചന്ദ്ര. ചന്ദ്രൻ നീ എന്തെങ്കിലും പറയുന്നുണ്ടോ? ആസ് യൂഷ്വൽ വായിൽ പഴം വെച്ചോണ്ടിരിക്കുന്ന രണ്ടിലും പറ ചന്ദ്ര. ഹലോ സംസാരിക്കടാ ചന്ദ്ര. എടാ റേഡിയോയിലാണ് എല്ലാരും കേക്കാവോ ഞാൻ പറയുന്നേ? ഗൈസ് ടുഡേ അവർ ഗ്യാങ് കംപ്ലീറ്റ് 5 amazing years. Wow. It still feels crazy to think how we have been logged together. 5 years of roleplay fights, laughter, late night wins, losses, and thousands of memories that only we understand. We started from nothing and today we stand as a strong family. I want to give a special thanks to our Annan, Vasu Annan. He is the pillar of this gang. The one who stood strong in every situation, guided us, supported us, and never gave up on this family. I have also been there from the beginning, and I am proud of that. I could be a part of building this journey with all of you. Scroll down a little bit. Thank you. താങ്ക് യു ChatGPT. Thank you ChatGPT. Thank you so much. Thank you. Thank you, family. അടുത്തതായി പറയണ്ട ഗൈസ്. സംഗതി മനസ്സിലായില്ല. UKS ഒക്കെ വേണ്ടി IELTS ഒക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരു ഫാമിലി ആയിട്ട് നമ്മള് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്. ഇന്ന് അതായത് ഈ 2026 ഈ ഒരു ഗ്യാങ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നതിന് എക്സ്പെഷ്യലി വാസുവിന്റെ ഒരു വലിയൊരു ഒരു എന്താ പറയുന്നതിന് വാസുവിന് വലിയൊരു പങ്കുണ്ടല്ലോ. കാരണം നമ്മള് ഒരു ഡൗൺ ടൈമില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടക്കം വാസുവിന്റെ അടുത്ത് പറഞ്ഞു, അന്നാ ഇത് ഇനി മുന്നോട്ട് എങ്ങനെ അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം എനിക്ക് അറിഞ്ഞൂടെ, ഇത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്യണേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വാസവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ ഇത് നമുക്കിത് ചെയ്യാം, നമുക്കിത് എങ്ങനെയാന്നോ എന്ത് ചെയ്യണോന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് പറ്റുന്ന വരെ ഇത് കൊണ്ടുപോകാന്ന് അന്ന് വാസവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അത്. ആൻഡ് അത് നമ്മളെ ഈ ഒരു എന്താ പറയാ ഇത്രയും വീണ്ടും അവിടെ നമ്മൾ കംബാക്ക് ആയിട്ട് വന്ന് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പോകുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ പഴയെന്നും അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പാർട്ട് ഓഫ് നമ്മുടെ ഫാമിലിയിലുള്ള കുറെ പേര് ഇപ്പൊ ഇവിടെ ഇല്ല. സ്റ്റിൽ നമ്മുടെ ഗ്യാങ്ങിന്റെ പില്ലേഴ്സ് തന്നെയായിരുന്നു എല്ലാവരും. ആൻഡ് അവരുടെ അടുത്തും ഈ ഒരു 5 years ഓഫ് ടിവിയില് ഈ ഒരു സമയത്ത് എനിക്ക് താങ്ക്സ് പറയണം. ആൻഡ് താങ്ക് യു ഗൈസ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതില്ല. ആൻഡ് അത്ര എനിക്ക് പറയുള്ളൂ. ആൻഡ് ഇപ്പൊ ഇവിടെ ഉള്ള എല്ലായിടത്തും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ഈ റെസ്പെക്റ്റിനും ഈ ഒരു ഇതിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറയാനുള്ളത് എനിക്ക് ഞാൻ അന്ന് പറയുന്നതാണ് ഞങ്ങളുടെ സൗണ്ട് വീണ്ടും കേട്ടോണ്ടിരിക്കണം. ഒന്ന് അവരുടെ അടുത്ത് ഒന്ന് പറയോ, അതെന്തോ മാറ്റാ ആംബുലൻസിന്റെ എന്തോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പൊ ബൈ ബൈ.
താങ്ക് യു സോ മച്ച് അളിയ, താങ്ക് യു. ഇപ്പൊ ബാബു രണ്ടു വാക്ക് സംസാരിക്കണം. ലാഗ് നീക്ക് നാളെ വല്ല കട്ടിലും കേൾക്കുന്നുണ്ടല്ലോ? അപ്പോ മാന്യമക എന്റെ സഹോദരന്മാരെ, എല്ലാവർക്കും ടിവിയുടെ 5ാം വാർഷികത്തിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഒരു 10 സെക്കൻഡ് നമ്മുടെ മരിച്ചുപോയ പിറ്റൽജിക്കും ആ ചെണ്ടി പൂച്ചയ്ക്കും വേണ്ടിയിട്ട് മൗനമായി പ്രാർത്ഥിക്കാം. 10 സെക്കൻഡ് വരൂ. 1 2 3 4 10. ഓക്കെ. അപ്പോ ഇത് കല്ലറയ്ക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന CNB മാർബിൾസ് ആണ്. മാർബിൾസിന് ഒരുപാട് നന്ദി. CNB മാർബിൾസിന്റെ നമ്മുടെ ചന്ദ്രന്റെയും ബാബുവിന്റെയും ഭാഗം ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതെ. അപ്പോ മരിച്ചുപോയവർ കഴിഞ്ഞു, ഇനി ജീവിച്ചിരിക്കുന്നവരെ പറ്റി പറയാം. അപ്പോ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏകദേശം 5 വർഷമാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 3ാമത്തെ എന്താ തുമ്മിയ. ഓക്കെ. അപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു എന്റെ മുകളിൽ 3ാമത്തെ വർഷം മുതൽ പറയുന്നുണ്ട് നമ്മളിപ്പോ പൂട്ടും, അടുത്ത വർഷം പൂട്ടും, അതിൻ്റെ അടുത്ത വർഷം പൂട്ടുന്നു. പക്ഷേ നിങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ, അതിലുപരി എൻ്റെ മുതലാളിയുടെ വലിയ ഹൃദയം ഉള്ളത് കൊണ്ടും നമ്മൾ പൂട്ടില്ല. അത് ഇന്നും പൂട്ടില്ല, അടുത്ത വർഷവും പൂട്ടില്ല, അതിൻ്റെ അടുത്ത വർഷവും പൂട്ടില്ല. നമ്മളായിരിക്കും പ്രൈം. നമ്മൾ വാട്ട് ഈസ് പ്രൈം? TBA is പ്രൈം, ആൾവേസ് പ്രൈം. അത് മാത്രമല്ല, ഗൺ പവറിന്റെ കേസ് പറയുവാണെങ്കിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പണ്ട് ഹെൽമറ്റ് വെച്ച് നടക്കുന്നവന്മാർക്കിടയിൽ ഹെൽമറ്റ് ഇല്ലാതെ പോയി ഗണ്ണ് കൊണ്ട് കീരിക്കാടൻ 3 പിക്കെടുത്ത നാട് മുതൽ നമ്മൾ പ്രൈമാണ്. ഇന്നും ഹെൽമറ്റ് വെക്കാൻ അറിയാമെങ്കിലും ഗണ്ണ് പിടിക്കാൻ അറിയാമെങ്കിലും പൈലറ്റ് കളിക്കുന്നവന്മാർക്കും ഇടയിൽ ഇന്ന് നമ്മൾ TBA ഒരു പേടി സ്വപ്നം തന്നെയാണ്. ടർഫ് വിളിക്കാൻ പോലും നമുക്ക് സ്ഥലം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? TBA ടർഫ് വിളിച്ചാൽ അവർക്ക് കിട്ടും, സ്ഥലം തരില്ല. നമ്മൾ നമുക്കുള്ള സ്ഥലം വെട്ടിയെടുക്കണം, വഴി വെട്ടി ഉണ്ടാക്കണം. ഉണ്ടാക്കിയ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അത് തന്നെയാണ് നമ്മുടെ മുലാലിയും നമ്മുടെ അണ്ണവും നമുക്ക് കാണിച്ചു തന്ന പരി. അതുകൊണ്ട് എല്ലാ വർഷത്തെയും പോലെ വി കണ്ടിന്യൂ ഇൻ അവർ ബ്രൈവ്. ഓക്കെ. എല്ലാവർക്കും എല്ലാ വർഷത്തെയും പോലെയും പിന്നെ നമ്മുടെ ബ്രൈമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര്, അതെനിക്ക് ചന്ദ്രബോസ് പറഞ്ഞപ്പോഴും മുരളി പറയുമ്പോഴത്തെ നമ്മൾ ഒരിക്കലും അവരെ മറക്കാൻ പാടില്ല. അവര് ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോയി. പക്ഷെ ഇല്ല എന്നല്ല, ഉണ്ട്. എല്ലാവരുടെ മനസ്സിൽ നമ്മളുണ്ട്, നമ്മുടെ മനസ്സിൽ അവരും ഉണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പ്രൈമിലാണ്, നമ്മൾ എന്നും പ്രൈമായിരിക്കും. ഒരു നായിന്റെ മക്കൾക്ക് നമ്മുടെ പ്രൈമിൽ താഴെക്കാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. സോ മച്ച് ബാബു. താങ്ക് യു. അപ്പൊ അടുത്ത അപ്പാപ്പനെ കൂടെ ഒന്ന് സംസാരിക്കാൻ നമ്മൾ വിളിക്കുകയാണ്. അപ്പാപ്പനൊന്നും പറ. എന്നാലും ഒരു നമ്മളെ കുറച്ച് വർഷം പുറത്തുനിന്ന് കണ്ടതാണ്, ഇപ്പൊ 1 വർഷമായിട്ട് നമ്മളെ കൂടെ നിന്ന് കാണുന്നു. ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ഇതിനെ പറ്റി അപ്പാപ്പന ഒന്ന് പറഞ്ഞാൽ മതി. മൈക്ക് കേൾക്കുന്നില്ല. ബാബു കിടിലം പ്രസംഗം ബാബു. എല്ലാരും പിള്ളേരൊക്കെ തരിച്ചു നിൽക്കുന്നൊക്കെ നോക്കി കണ്ണാപ്പിയൊക്കെ ദേഹത്തില്ലാത്ത അപ്പോ അങ്ങനെ നീണ്ട 5 വർഷം TBA എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഇവിടെ ബാബു പറഞ്ഞതുപോലെ ഓൾ ടൈം പ്രൈമില് കടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ബാബു പറഞ്ഞതുപോലെ ഇനി ഒരു 10 കൊല്ലത്തേക്കും കൂടി നമ്മൾ ഇവിടെ ഉണ്ടാവുമെന്ന് വാസമോൻ പറഞ്ഞിട്ടുണ്ട്. അല്ല വാസമോനെ? ഉറപ്പായിട്ടോ. അത്രേ ഉള്ളൂ. അപ്പോ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കൊന്ന് ഇവിടെ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും TVനെ പറ്റി. പുറത്തുള്ളത് ഉണ്ടായിരുന്നുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയാ, അന്നും ഞാൻ വെളിയിൽ ഇവിടെ ഇല്ലായിരുന്ന സമയത്താണെങ്കിലും എന്നും ഒരു എതിരാളി എന്ന് പറയുമായിരുന്നുണ്ടെങ്കിൽ അത് TV തന്നെ. വേറെ ഏത് ഗ്യാങ്ങിനെ അടിച്ചാലും കിട്ടാത്ത സുഖമായിരുന്നു. അല്ല അങ്ങനല്ല. അപ്പൊ
ഇല്ല ചോദിച്ചാ ഞാൻ കേട്ടിട്ടുണ്ട് അത്. അറിയാതെ പല ലിങ്കുകൾ ഓപ്പൺ ആകുമ്പോഴേ അങ്ങനെ കേട്ടിട്ടുണ്ട് തോന്നിയതായിരിക്കും. ഇല്ല ഇല്ല അങ്ങനെ ഇപ്പഴും ചോറ് കഴിക്കുമ്പോ എനിക്ക് റെക്കമെൻഡേഷൻ വരാറുണ്ട് ഇതൊക്കെ. ഏതോ അസുഖം വരുന്നത് ബ്രാവോ ഈഗിളിനെ കൊട്ടയെന്ന് വിളിച്ചപ്പോൾ എന്തല്ലേ നമ്മള് കൊറേ പ്രതിഭാസങ്ങളുണ്ടല്ലേ. ബാലനും കൂടെ വേണമായിരുന്നു. അപ്പോ അങ്ങനെ ഒരുപാട് നല്ല സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് ദുഃഖ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദുഃഖത്തിന് ശേഷവും ഒരു സന്തോഷം എന്ന് പറയുന്നത് പോലെ വാസുമോൻ പറഞ്ഞതുപോലെ വീണ്ടും വാസുമോന്റെ പ്രിയപ്പെട്ടവരായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് അവരുടേതായ സാഹചര്യങ്ങൾ കൊണ്ട് പോകേണ്ടി വന്നപ്പോഴും അവിടെ നിന്ന് തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഇത് റീബിൽഡ് ചെയ്ത് വീണ്ടും അതേ പ്രൈമിൽ എത്തിച്ച വാസുമോൻ അടിക്കണ ഒരു കൈ. അപ്പോ നമുക്ക് എന്നും ഇങ്ങനെ ഒരു ലീഡർ ഉള്ളിടത്തോളം കാലം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ?